അപ്പോൾ അടിപൊളി കപ്പ ഉലർത്തിയത് ഉണ്ടാക്കിയെടുത്താലോ. 1.5 കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചെറുതായിട്ടാണ് കൊത്തി എറിഞ്ഞെടുത്തോളി. ഇനി ഒരു പാത്രത്തിലേക്ക് കപ്പ ഇട്ടെടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പം വെള്ളം പാർന്നു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കപ്പ തിളക്കുന്ന സമയം കൊണ്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് അരമുറി തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി ഒരു ജാറിലേക്ക് ഒരു 7ഓളം ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 15ഓളം ചെറിയുള്ളി, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ചതച്ചെടുക്കാം ഇതേപോലെ. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പണ്ട് ഇട്ട് കൊടുത്തോളി. ഒന്നുകൊണ്ട് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനമായ കപ്പ അതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അതേപോലെ തേങ്ങ വറുത്തതും അതിലേക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കപ്പ ഉലർത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.